സൺഡേ സ്പെഷ്യൽ എന്താണെന്ന് മോളൊരു ചോദ്യം. ഒരാൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. അപ്പം എന്തുണ്ടാക്കുന്നത്, കുറച്ച് ബോൺലെസ് ചിക്കൻ ഉണ്ടായിരുന്നു. മോള് മുംബൈയിൽ നിന്ന് വന്നപ്പോൾ ഒരു ബോൺലെസ് ചിക്കൻ കബാബ് റെഡ് കളറിലുണ്ടാക്കി. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അതിന് ഞാനൊരു വെറൈറ്റി സംഭവമാക്കി മാറ്റി. അത്ര വലിയ വെറൈറ്റി ഒന്നും അല്ല എങ്കിൽ പോലും ഈ മസാലയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് കേട്ടോ. ഒരു ഗ്രീൻ മസാല കൊടുത്താണ് ഞാനിതുണ്ടാക്കിയത്. സെയിം മസാല തന്നെ കുറച്ച് ജീര റൈസ് എടുത്തിട്ട് കുക്കറിലിട്ട് നമ്മളൊന്ന് സ്പൈസസൊക്കെ ഇട്ടൊന്ന് വേവിച്ച് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ റൈസിനെ കുറിച്ചൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. മസാല മാത്രം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. വേണ്ടവരത് വെച്ച് യൂസ് ചെയ്ത് ഉണ്ടാക്കുക. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഇപ്പോൾ ഈ ബിരിയാണി ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും ചിക്കൻ കബാബ് അതുപോലെ ഫിഷ് ഒക്കെ വറക്കാനായിട്ട് നമുക്ക് ഈ ഒരു മസാല ഉപയോഗിക്കാം കേട്ടോ. ഈ റൈസ് ആദ്യമേ ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് ചോറും കറികളും മതിയെന്ന്. അതുകൊണ്ട് മോൾക്ക് മാത്രമേ ഇതുണ്ടാക്കിയുള്ളൂ കേട്ടോ. റൈത്തിയൊന്നും ഉണ്ടാക്കിയില്ല. ഒരു ശകലം കേട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. മോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഹസ്ബൻഡിനും കുറച്ച് കൊടുത്തപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതുണ്ടാക്കിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ ഹസ്ബൻഡിന് വെള്ളച്ചോറും പിന്നെന്താ ഈ ഒരു മസാല വെച്ച് ഒരു ഫിംഗർ ചിപ്സ് പോലെ ചിക്കൻ്റെ കുറച്ച് കബാബ് പോലെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഒരു ചുരക്ക വെച്ചൊരു ചെറിയ സാമ്പാറും കൂടി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. എന്തായാലും ഹസ്ബൻഡും ഹാപ്പിയായി, മോള് ഡബിൾ ഹാപ്പിയായി. എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന മോളാണ്, അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു മസാല യൂസ് ചെയ്യുന്നത് കബാബിന് കേട്ടോ. സൂപ്പറാണ്.